പലതിനും ബാഡ് ഡ്രീംസും ഉണ്ട്, അല്ലെങ്കിൽ ചില ആളുകൾ പറയാറുണ്ട്, അതായത് നമ്മൾ ഉറങ്ങുകയാണെന്ന് അറിയുമായിരിക്കും, പക്ഷെ എന്നാൽ പോലും നമുക്കൊരു ബ്രീത്ത്ലെസ്നെസ് വരിക, അല്ലെങ്കിൽ ആ ഒരു ഡ്രീമിൽ നിന്ന് പുറത്ത് വരാൻ പറ്റാതിരിക്കുക, ബാഡ് ഡ്രീംസ് വരിക, ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നിന്നൊക്കെ പുറത്ത് വരാൻ വേണ്ടിയിട്ട് സ്ലീപ്പ് ഹൈജീൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് സ്ലീപ്പ് ഹൈജീനിൽ കൊണ്ടുവരാൻ പറ്റുന്നത്? ഒന്നാമത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ഫുഡാണ്. അതായത് നിങ്ങളുടെ ഡിന്നറിൽ വരുത്തേണ്ട മോഡിഫിക്കേഷൻ ആണ്. നിങ്ങളൊരു ലാർജ് മീൽ കഴിക്കുന്ന ആളാണെങ്കിൽ കഴിയുന്നതും അതൊരു ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള കുറഞ്ഞ ക്വാണ്ടിറ്റിയിലുള്ള ഒരു മീലിലേക്ക് അതിനെ ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, നോൺ വെജ് കഴിക്കുന്നുണ്ടെങ്കിൽ കഴിയുന്നത് വെജ് പ്രിഫർ ചെയ്യുക. അതുപോലെ കഴിക്കുന്ന സമയം, ഉറങ്ങാൻ പോകുന്നതിന് 2-3 മണിക്കൂർ മുന്നേ നിങ്ങൾ ഡിന്നർ കഴിക്കുക. ഇനി രണ്ടാമത്തത് സ്കിൻ കെയർ റുട്ടീനാണ്. നിങ്ങൾ സ്കിന്നിന് നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതി. മെയിൻലി അതിൽ ഓയിൽ ആപ്ലിക്കേഷനാണ് വരുന്നത്. ഓയിൽ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടാവും. ഫുൾ ബോഡി അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കാൽപാദങ്ങൾ നിങ്ങൾ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾ രാവിലെയോ വൈകിട്ടോ കുളിക്കുമ്പോൾ നിങ്ങളെ കാൽപാദങ്ങളിൽ പ്ലെയിൻ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല, കാൽപാദങ്ങളിലും കൈകളിലും ഉള്ളം കൈയിലും അതുപോലെ ചെവിയിലും കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഉറക്കം വലിയ പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ കഴിയുന്നതും അവർക്ക് ഹെയർ ഓയിൽ, അതായത് സ്കാൽപ്പിലും കൂടെ നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്യുന്നത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നൈറ്റ് ടൈമിലുള്ള എക്സസൈസ്. കഴിയുന്നതും ഉറങ്ങാൻ പോകുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നേ വരെ യാതൊരു എക്സസൈസും ചെയ്യാതിരിക്കുക. അതുപോലെ നിങ്ങളുടെ സ്ലീപ്പിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഡ്രിങ്ക്സ്, അത് ആൽക്കഹോൾ ആവാം, കോഫി ആവാം, അല്ലെങ്കിൽ ചില മെഡിസിൻസ് ആവാം, അതൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക. നിങ്ങളുടെ ബെഡ്റൂമാണ്. നിങ്ങളുടെ ബെഡ്റൂം വളരെ കംഫർട്ടബിൾ ആയിരിക്കണം. അതിൻ്റെ പെയിൻറ്റ് വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈറ്റ് കളേർഡ് പെയിൻറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ബെഡ്ഷീറ്റ്സ് അത് ഭയങ്കര ഫ്രഷ് ആയിരിക്കണം. എവറി 2 to 3 days റീപ്ലേസ് യുവർ ബെഡ്ഷീറ്റ്സ്. അതിന് നിങ്ങൾ വളരെ പ്ലസൻറ്റ് സ്മെല്ലിംഗ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ്സ് യൂസ് ചെയ്യുക, കംഫർട്ടബിൾ ആയിട്ടുള്ള പില്ലോസ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ബെഡ് ടൈമിൽ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളും. നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കാം, പക്ഷേ കഴിയുന്നതും ഉറങ്ങുന്ന അവസാനത്തെ ആ ഒരു 2 hours കഴിയുന്നതും അത്തരത്തിലുള്ള പ്രോബ്ലംസിനൊന്നും മനസ്സിലേക്ക് കൊണ്ടുവരാതിരിക്കുക. അഥവാ അത് വരികയാണെങ്കിൽ തന്നെ അതിനെ മെല്ലെ റീപ്ലേസ് ചെയ്യണം. റീപ്ലേസ് ഇറ്റ് വിത്ത് സം ഗുഡ് തോട്ട്സ്. നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുമായിട്ട് കഥ പറഞ്ഞ് അവർക്ക് സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കാം, ഇഷ്ടപ്പെട്ട മ്യൂസിക് കേൾക്കാം. അങ്ങനെയൊക്കെ ആയിരിക്കണം നിങ്ങൾ മെല്ലെ സ്ലീപ്പിലേക്ക് പോകുന്നത്. പിന്നെ സ്ക്രീൻ ടൈമിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. സ്ക്രീൻ വാച്ചിങ് ഒരു ലാസ്റ്റ് 1 hour കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. അതേസമയം നിങ്ങൾക്ക് പ്രെയർ ഹാബിറ്റ്സ് ഉള്ള ആളുകളാണെങ്കിൽ അത് ചെയ്യുന്നത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ സ്ലീപ്പ് ഹൈജീൻ ടെക്നിക്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം. ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം.